വെൽക്കം ബാക്ക് ടു our channel. പിന്നെ നമ്മൾ വീഡിയോ അടിപൊളി ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ക്രിസ്മസ് സ്റ്റേഷനറി സ്വിച്ച് അപ്പ് ചാലഞ്ച്. അങ്ങനെ ഗയ്സ് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ്. അതെ ഗയ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ക്രിസ്മസ് സീരീസിന് ഒരു തുടക്കമാണത്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും അതിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ കുറച്ചൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മല്ലേ ഗയ്സ്? വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ സാധനം സൗണ്ട് ഒക്കെ കണ്ടിട്ടോ. അതെ, മണിയിലും സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാലഞ്ച് ആണ്. അത് കൂടാതെ ഗയ്സ് നമുക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടാൻ വേണ്ടി പോവാണ്. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഗിഫ്റ്റുകൾ ഗയ്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ചിലപ്പോ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മുന്നിൽ വന്ന ഗിഫ്റ്റ് കിട്ടും, ചിലപ്പോ അങ്ങോട്ട് കൈമാറേണ്ടി വരും, ചിലപ്പോ കിട്ടൂല, ചിലപ്പോ വെറും കൈയോടെ ഇരിക്കേണ്ടി വരും. പക്ഷെ ക്രിസ്മസ് ആയിട്ട് വിഷമിച്ചിരിക്കേണ്ടി വരൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്മസിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങളായിരിക്കും കിട്ടാനുണ്ടാവുക. അതൊക്കെ ആലോചിച്ച് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ നമ്മള് ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി സ്വിച്ച് അപ്പ് ചാലഞ്ച് ആണ്. അത് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റേഷനറീസ് ആയിരിക്കും നമ്മളെ മുന്നിൽ വരിക. അപ്പൊ അത് നമ്മൾ ചിലപ്പോ ഈ ഒരു ഡൈസ് കണ്ടോ, ഇതിന്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്വാപ്പ് വിത്ത് അഞ്ചി, സ്വാപ്പ് വിത്ത് ഷാമി, സ്റ്റീൽ, ലീവ്, പിന്നെ കീപ്പ്, പിന്നെ വേറെ ആരും അതാ സ്വാപ്പ് വിത്ത് ശ്രീ. ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഓരോ റൗണ്ട് തുടങ്ങുമ്പോഴും നമ്മുടെ മുന്നിൽ നമുക്കായിട്ട് ഒരു ഗിഫ്റ്റ് സല്ല് കൊണ്ടുവരും. പക്ഷെ ആ ഗിഫ്റ്റ് നമ്മൾ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഡൈസ് ആയിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ ഇടും. ഇതുപോലെ സ്റ്റീലിനാണ് വന്നതെന്നുണ്ടെങ്കിൽ ഷാമിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഗിഫ്റ്റിൽ നിന്ന് ഇവക്ക് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് സ്റ്റീൽ. അതെ, കണ്ടിട്ട് എനിക്ക് ഏതാണോ ഇഷ്ടം തോന്നുന്നത് ആ ഗിഫ്റ്റ് എനിക്ക് സ്റ്റീൽ. ഇനിയിപ്പോ സ്വാപ്പ് വിത്ത് 3 ആണെങ്കിൽ ഷാമി ചിലപ്പോ ഇനിയായിട്ട് സ്വാപ്പ് ചെയ്യേണ്ടി വരും. സ്വാപ്പ് വിത്ത് 5 ആണെങ്കിൽ ഷാമി ചിലപ്പം അവളുടെ ഗിഫ്റ്റ് 5ന്റെ ഗിഫ്റ്റ് അങ്ങോട്ടും കൂടി സ്വാപ്പ് ചെയ്യേണ്ടി വരും. ഇനി ലീവ് ആണെന്നുണ്ടെങ്കിൽ ഷാമിന്റെ ഗിഫ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കണം, ഉപയോഗിക്കാൻ പറ്റില്ല ഗിഫ്റ്റ്. അപ്പൊ അതാണ് ഇന്നത്തെ ചാലഞ്ച്. നല്ല ഇൻട്രസ്റ്റിംഗ് ഗിഫ്റ്റ് ആയിരിക്കും. ഞങ്ങൾ നല്ല ഗിഫ്റ്റിന് വേണ്ടിട്ട് ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പൊ നല്ല ഗിഫ്റ്റുകൾ കൊണ്ടുവെക്കണം. അപ്പൊ ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പൊ ഗയ്സ് നമുക്ക് കണ്ണടച്ചിരിക്കുക. ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഗിഫ്റ്റുകൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വരും. തുറന്നു. ക്രിസ്മസിന്റെ തീമാന്ന് തോന്നുന്നു ഗയ്സ്. നല്ല രസമുണ്ട് കാണാൻ. തുറന്നോക്കട്ടെ. എനിക്കൊരു ട്രീ ആണ് ഗയ്സ് കിട്ടിയത്. കപ്പലിലുള്ള ട്രീ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ റൂമിൽ വെച്ചാൽ നല്ല രസമുണ്ടാവും. ഇതിങ്ങനെ തൂക്കിയിട്ടാ നല്ല രസമുണ്ടാവും. എല്ലാം നല്ല രസമുണ്ട്. ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ എനിക്ക് ഇത് കിട്ടിയാൽ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ട്രീ കാൻഡിൽ, പിന്നെന്താ ജിഞ്ചർ ബ്രെഡ് മാൻ കാൻഡിൽ, ഹിമാലയൻ സോൾ കാരമൽ പോപ്കോൺ, ക്രിസ്റ്റോഫർ പോപ്കോണോ എന്തൊക്കെയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിട്ടിട്ട് 5ന്റെ കിട്ടോ നോക്കാം. അപ്പൊ ഡൈസ് ഇട്ടോ ഞാൻ ഇടല്ലേ ഫസ്റ്റ്. ഓക്കെ ഗൈസ്, ഞാൻ ഫസ്റ്റ് ഇടാൻ വേണ്ടി പോവാണ്. ലീവ് ഇട്ടാ ഞാൻ മതി, അത്രേ ഉള്ളൂ. ലീവ് കിട്ടിയെങ്കിൽ എന്താ കുശാമിയ? ലീവ് ഇട്ട് ഞാൻ കരയും. എനിക്കിപ്പോ കൂട്ടാൻ ഇഷ്ടപ്പെട്ടത് 5ന്റെതാണ്. പക്ഷെ 5 ഇടുന്ന സമയത്ത് ചിലപ്പോ ഷാമി കിട്ടും. അപ്പൊ ഇത് തിരിച്ചെടുക്കാലോ. ഇത് ഇങ്ങനെ സ്റ്റീൽ ചെയ്യണം. 5ന്റെത് ഞാൻ സ്റ്റീൽ ചെയ്ത് ഇത് 5 വെച്ച് 5 ശരിയാണ്. ഇനി ഞാൻ കേട്ടോ കിട്ടല്ലേ. ഇതെനിക്ക് ഇഷ്ടായി. എന്റെ റൂമിലേക്ക് കറക്റ്റാ. ഓക്കെ, ഇനി ശാസ്ത്രീയ അപ്പൊ ഇത് നോക്കല്ലേ. എന്റെ റൂമിൽ ഒരു ക്രിസ്മസ് ട്രീ ഇല്ലായിരുന്നു. എന്തായാലും അത് പോയ വിഷമം എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫസ്റ്റ് റൗണ്ടിൽ എനിക്കാണ് എനിക്ക് കൊണ്ടുവച്ചതായിരുന്നത്. കാടാന്ന് തോന്നുന്നു. അല്ല, ഇതല്ലേ എന്താ ഇങ്ങനെ എന്തോ ആക്കുന്ന ഒരു കാടെന്തോ ആണ് അല്ലേ? അല്ല,
മെരി ക്രിസ്മസ്. ഒരു പ്രശ്നം വരില്ലേ, ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയോ. കുഴപ്പമില്ല guys, ഞാൻ ഒട്ടിച്ചോളാം. ഇതൊന്ന് ഞാൻ എടുത്തു നോക്കട്ടെ. നല്ല മണം. ഇത് മണം വരുന്ന എടുത്ത് നോക്കിക്കോട്ടോ. സാരിയുടെ ഇത് കാർഡ്ബോർഡ് അല്ലടാ. ക്രിസ്മസിന്റെ വൈബുള്ള സാധനം. ട്രെയിൻ ഇതാ ഇത്രേ ഉള്ളൂ. അല്ല ഇതിനെന്തോ കാര്യമായിട്ട് കനുണ്ട് കേട്ടോ. എന്തത്? ചന്ദനം. ചന്ദനത്തെയോ? ട്രെയിൻ അല്ലേ? വീട്ടില് കത്തിക്കുന്ന ചന്ദനത്തിരിന്റെ മണത്. കൊക്കോ ക്രിസ്റ്റഫറോ? കൊക്കോ ഗൈസ് ഇത് കഴിക്കാനുള്ള സാധനമാണ്. ഫുള്ള് കഴിക്കാനുള്ളത്. ക്രിസ്റ്റഫർ കൊക്കോ ഹോട്ട് കൊക്കോ മിക്സ് ചെയ്ത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. കാൻഡിൽസ് ഉള്ളത്. കുക്കി കാൻഡിൽ ഉണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീ കാൻഡിൽ ഉണ്ട്, പിന്നെ ഇതെന്താ ഹോട്ട് കൊക്കോ മിക്സ്, ഹോട്ട് വാട്ടർ. ഇത് ഇതെന്താ പിന്നെ ഗൈസ് ഇതില് ഇൻസെൻസ് കോൺസ് ആണുള്ളത്. എന്താ തുറന്നാലും എനിക്കറിയാം. ഇതാ ഇതാ മറ്റിങ്ങനെ പുക പോണേ ചന്ദനത്തിരി പോലത്തെ നല്ല സ്മെല്ല്. ഇതാ ചന്ദനത്തിരി. ട്രെയിനല്ലേ? ട്രെയിനിന്റെ ഷേപ്പ് മാത്രം. ഇതിലെന്താ ഉള്ളത് നോക്കണ്ടേ? നോക്കിക്കോ, എനിക്ക് നോക്കണം. ഞാനിങ്ങനെ ട്രെയിനൊക്കെ പോകുന്ന റൂമിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചു. ഇതെന്താ കലണ്ടറോ? കലണ്ടർ അത് കുഴപ്പമില്ലേ ഗൈസ്. ജനുവരി ഫെബ്രുവരി അടുത്ത കൊല്ലത്തെ കലണ്ടർ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം. വേറെന്തോ ഒരു സാധനം. ഇതെന്താണിത്? ഫുഡ് സോക്ക്. നേരത്തെ ഇവിടെ ഇരുന്നിട്ട് സാരല്ലേ കണ്ട് ഇങ്ങനെ ഒരു നോട്ടൊക്കെ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെയുള്ള ലെവലിൽ ഒരു ചീരയൊക്കെ ഉണ്ടായിരുന്നു. ഞാനില്ല എങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. ഇതൊക്കെ നല്ല രസം. ചീര അടക്കില്ല. തിന്നാനുള്ള സാധനമാണെങ്കിൽ പിന്നെ ഉണ്ടല്ലോ. ഇതിലെന്തോ ഉണ്ട്? തുറന്നു കൊറേ നേരമില്ലേ പൊളിച്ചില്ല ഇതുവരെ. പോപ്കോണോ? ഹിമാലയൻ സോൾട്ട് കാരമൽ പോപ്കോൺ. നേരത്തെ വായിച്ചത്. ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ തിന്നോളാം. നല്ല പോപ്കോൺ. ഇത് വെള്ള പോപ്കോണാ. ഞാൻ ട്രെയിനൊക്കെ ഇങ്ങനെ പോകുന്നത് ട്രെയിന് പ്രതീക്ഷയോണ്ടാ കഴിച്ചത്. ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റും ഉണ്ടായി കഴിക്കാം. നല്ല നല്ല ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ പുക പോകും. നല്ലൊരു ട്രീ ആണ് ഇത്. നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ലെവല് ഒരു ട്രീ ഉണ്ടോ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തത്. അതിന്റെ മറ്റൊരു വേർഷൻ ആട്ടോ അത്. അത് നല്ല രസമല്ലേ? ഞങ്ങള് ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കിയതാ. അത് ഒന്നും കൂടെ വെക്കുവോ? അങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് വെക്കാം. അങ്ങ് വേറൊരു ഐഡിയ പറഞ്ഞിട്ടെ. ഇതിന്റെ ഉള്ളില് മറ്റേ ഫെയറി ലൈറ്റ് വെച്ചിട്ട് കത്തിച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് കത്തുന്ന പോലെ ഉണ്ട്. എവിടെയെങ്കിലും കട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെയൊക്കെ കട്ട് ടേബിളിന്റെ മുകളിൽ വെച്ച് നല്ല രസവും. അടുത്തത് ഈ സോക്സ് നമുക്ക് പൊളിക്കാം. സാധാരണ ഈ സാന്റാക്ലോസ് ഒക്കെ ഗിഫ്റ്റ് കൊണ്ടിടല് സോക്സിലാണ്. അപ്പൊ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കിന് നമ്മള് പുതിയ സോക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളെ തൂക്കിയിട്ടാല് അതില് സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊണ്ടിടും. ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ തൂക്കിട്ട് നോക്കട്ടെ. അങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ തൂക്കിയാ നല്ല രസം. ഇങ്ങനെ തൂക്കിടാ നല്ല രസമുണ്ട്. ഒരു ഇമാജിനേഷൻ. താടി നേരെയാക്ക്. താടി ഇവിടെ ഇങ്ങനെ ഞാൻ എന്റെ റൂമിൽ തൂക്കിയിടും. മറ്റേ താഴെ ഇങ്ങനെ തീയൊക്കെ കത്തുന്ന ആ ഒരു എന്നിട്ട് അവിടെ ഇങ്ങനെ തൂക്കിടുന്ന ഒരു സാധനല്ലേ, അതാണ് ഗൈസ് ഇത്. നല്ല നല്ല ഗിഫ്റ്റുകളാട്ടോ പ്രാവശ്യം വന്നത്. ഇനി അടുത്ത റൗണ്ടിലോട്ട് പോയാലോ? ക്രിസ്മസ് ഇന്നത്തെ ഒരു ട്രീയും സാന്റ വന്നിട്ട് എന്താ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ ട്രീയും സ്നോമാനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരേ മ്യൂസിക്കാ. നല്ല രസമുണ്ട് ഇത്. ഗൈസ് ഇന്ത്യത് സാന്റാക്ലോസ് ഒരു കാറിൽ പോവുകയാണ് സ്നോയിലൂടെ. ലീവ് കിട്ടാഞ്ഞാൽ മാത്രം മതി, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. എനിക്ക് ഇഷ്ടമുണ്ട് തന്നെ. എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടമായി. എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഞാൻ ആദ്യം ഇടാം. ഈശ്വരാ ലീവ് മാത്രം കിട്ടരുത്. ലീവ് കിട്ടിയ കഴിഞ്ഞിട്ടോ അഞ്ചി. സ്വാപ്പ് വിത്ത് ഷാമി.
ഞാൻ തരില്ല. നേരത്തെ ഒരു ഇതാ തോന്നുന്നു പകരം വീട്ടിൽ ഇവിടെ നടന്നു. ഞാൻ മര്യാദക്ക് കണ്ടോട്ടെ. കണ്ടോ ഇത് രസം കേട്ടോ. ഇത് നല്ല അടിപൊളി സ്നോമാൻ ഒക്കെ ആയിട്ട് നല്ല tree ഒക്കെ ആയിട്ട് നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. കേട്ടെ എനിക്ക് കൂടെ തിരിച്ചിട്ടേ എന്താ ഇടാൻ എനിക്ക് നോക്കിയാ ഞാനൊന്ന് നോക്കട്ടെ. കൊണ്ടാവുന്ന അല്ല സ്വാപ്പ് അഞ്ചി വരാല്ലോ. ലീവും വരാം. സ്വാപ്പിൻ ശ്രീ അപ്പൊ സ്വാപ്പ് ചെയ്തോ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചോ. അപ്പൊ എനിക്ക് എന്റെ തന്നെ. അതെ ഓരോരുത്തർക്ക് കിട്ടുന്ന ഓരോരുത്തർക്ക് തന്നെ തിരിച്ചു സമാധാനായിട്ടോ. ഇനി എല്ലാവരും ഒപ്പരം തുറക്കും. ഒപ്പരം തുറക്കുക. ഓക്കെ 3, 2, 1 ഗോ. വലിയ നല്ല രസമുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ ക്രിസ്മസ് കാർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് വിഷസ് ഒക്കെ എഴുതിയിട്ട് അയക്കുന്ന പരിപാടിയൊക്കെ ഇതെനിക്ക് തോന്നുന്നു ഈ പേപ്പർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പേപ്പർ വലിയുമ്പോ ഇവിടെ നിന്ന് മ്യൂസിക് വരുന്നതാണ്. ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വലിയുമ്പോ ചിലപ്പോ ഈ സ്വിച്ച് ഓൺ ആവുന്നതായിരിക്കും. ഈ നമുക്ക് ഇത് കവറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അൺബോക്സ് ചെയ്യാം. തുറന്ന അപ്പൊ മ്യൂസിക് വരും. ഇതിന്റെ കവറ് അങ്ങനല്ലേ കൊടുക്കാനുള്ള. ഇവിടെ നമുക്ക് എന്താ പറയാ വിഷസ് ഒക്കെ എഴുതി ഇവിടെയും വിഷൊക്കെ എഴുതിയിട്ട് നല്ല ഒരിങ്ങനെ തുറക്കുമ്പോ ആരൊക്കെ കൊടുക്കുന്ന വെച്ചാൽ അവരിങ്ങനെ തുറക്കുമ്പോ നല്ല മ്യൂസിക് ഒക്കെ കേട്ട് വിഷൊക്കെ വായിച്ച് അതെ ഇതിലിട്ടിട്ട് നമ്മളിതാ ഇങ്ങനെ അയച്ചു കൊടുക്കാം. ഇത് നല്ല രസം കേട്ടോ. ഇത് വെറൈറ്റി സാധനം. ഇതുവരെ കണ്ടില്ല ഇങ്ങനെ മ്യൂസിക്കിന്റെ ബുക്കൊക്കെ ഉണ്ടെന്ന് അറിയാം. ആരതാ മ്യൂസിക്കിന്റെ ബുക്കൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ കാർഡ് ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇത് ഇതാ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഴുതാം. എന്നിട്ട് ഇവിടെയും വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതാം. പണ്ട് സ്കൂളിന് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ കാർഡ് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കളക്ട് ചെയ്യാൻ നല്ല രസം. ഇങ്ങനത്തെ കാർഡ് സത്യോ. എന്നിട്ട് ഇതാ ഗൈസ് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് എടുത്തു. ഗൈസ് ഞാനും ഇട്ട് ഗൈസ് നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഇതിങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഒരു വാങ്ങുന്നു, തുറക്കുന്നു, കേൾക്കുന്നു, സന്തോഷിക്കുന്നു. നല്ല രസമുണ്ട്. നമുക്ക് അടുത്ത റോളിലേക്ക് പോവാം. അടുത്ത റോളിലേക്ക് ഓക്കേ കണ്ണുറന്നോ തുറന്നു. ഉള്ളിലൊരു ഡീറുള്ളത് എന്ത് രസാ എല്ലാം ഈ റൗണ്ട്സില് കാണാന്. സ്നോളില് ക്രിസ്മസ് ട്രീ ഗൈസ്. ഇത് നമ്മൾ എവിടെയും കണ്ടില്ലല്ലോ. ശരിക്കും റിയൽ സ്നോ പോലെ ഉണ്ട്. ഇത് നല്ല രസമുണ്ട്. ഇത് വല്ലാത്തൊരു റൗണ്ട് ആയിരിക്കട്ടോ ശരിക്കും. ഇതിപ്പോ ഏത് കിട്ടും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കുഞ്ഞല്ലേ അതിനോടല്ല, എനിക്ക് ലൈറ്റ് കുറെ ഉള്ളതുകൊണ്ട് എനിക്ക് ലൈറ്റ് വേണമെന്നില്ല. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞ കഴിച്ചെങ്കിൽ മൂന്നും ഭയങ്കര ഇഷ്ടമായി. കിട്ടട്ടെ അല്ലാണ്ട് ഇപ്പൊ കൂടുതലൊന്നും ചിന്തിക്കാം. ഇത് നല്ല രസമുണ്ടാവും. ശ്രീ ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന അതിലിങ്ങനെ മറ്റേ വിപ്പിംഗ് ക്രീം ഒക്കെ മേലെ വെക്കുമ്പോ ആ തൊപ്പി പോലെ ആയിട്ട് നല്ല രസമുണ്ടാവും. നോക്കണ്ട ഏതാ നോക്കാം. ശ്രീ തുടങ്ങിക്കോ. ഞാൻ തുടങ്ങൂല. ഓരോരുത്തരും തുടങ്ങിപ്പോയി. ഞങ്ങള് തുടങ്ങി. എനിക്കത് വിടാം. നല്ല കറക്കിട്. എന്താ ശ്രീ വിചാരിച്ച പോലെ ഇങ്ങനെ കീപ്പ് ഇനി ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. വേറെ ആരും രണ്ടാൾക്കാർ സ്വാപ്പ് വിത്ത് ശ്രീ വന്നാ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അടുത്ത് ഞാനിട്ടെ. ഏത് കിട്ടിയാലും കുഴപ്പമില്ല. കൂടുതലൊന്നും ചിന്തിക്കില്ല. കിട്ടുന്ന പോലെ വരട്ടെ. ഞാനും ഇതട്ടെ. വല്ല ഗൂഢോത്രം മാത്രമേ വരുന്നുള്ളൂ. ഞാനോ തീരുമാനിക്കണം. ഞാനും കൂടി ഇത് കുഴപ്പമില്ല. എനിക്കത് ഇഷ്ടമാണ്. ഓക്കെ ഇനി ഞാന് ലീവ്. അയ്യോ എത്രയും നല്ല സാധനം അവർക്ക് രണ്ടാ കിട്ടിട്ട് എനിക്ക് കുഞ്ഞാന്നാലും എനിക്ക് ഇഷ്ടമായി. കുഞ്ഞാണെങ്കിൽ എന്ത് ഭംഗി. നല്ല രസം ഉണ്ടായിരുന്നത്. പോണം ഞാൻ വരില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അത് നീ കറക്കി കിട്ടിയല്ലേ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. കണക്ക് ഇങ്ങനത്തെ ഒരു ബോൾ ഞാൻ വാങ്ങി തന്നെ ഓർമ്മയുണ്ട്. അത് കൊണ്ടുപോകും. അഞ്ചിക്ക് അപ്പൊ കൈസ് ഈ റൗണ്ടിൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട് കൈസ് അഞ്ചിക്ക് അത് പോയാല്. എനിക്ക് പക്ഷെ ഷാമിക്ക് നോക്കി ഇത് വന്നിട്ട് ഇത് ഓളെ കയ്യിൽ നിന്ന് പോയിട്ട് കിട്ടിയത് ഇത് കിടില സാധനം. ഇത് നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാല്
അടിപൊളിയായിരിക്കും guys. ഭംഗിയുണ്ടാവും ഇത്. ഞാൻ ഇന്ന് തന്നെ ഇത് റൂമിൽ കൊണ്ടുപോയി set ചെയ്യും. ശ്രീന്റെ നല്ല രസമുണ്ട്. ഇത് ഭയങ്കര രസമുണ്ട്. ഞാൻ ഇത് കിട്ടിയപ്പോ ആലോചിച്ച് അഞ്ചി പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തൊപ്പി പോലെ മുകളിലേക്ക് വെക്കുമ്പോ ഇതിന്റെ തൊപ്പി തൊപ്പി പോലെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇതിൽ ചായ കുടിക്കുന്നു, ചായ അല്ല കോഫി കുടിക്കുന്നു ഞാൻ ആലോചിച്ചത്. അപ്പൊ guys, ഇനി നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഏറ്റവും ലാസ്റ്റ് റൗണ്ടാന്നാണ് സല്ലു പറഞ്ഞത്. ഇതൊക്കെ കുറച്ചുകൂടെ റൗണ്ട് ഒക്കെ വെക്കണം ആ ഒരു 6-7 റൗണ്ട് ഒക്കെ ഇങ്ങനെ സ്റ്റേഷനറിന്റെ വേണം. ലൈറ്റ് കത്തിച്ച് കാണിച്ചു തരുമോ? ഇതുണ്ട് ഗൈസ്, ഇത് സ്വിച്ച് ഓൺ ആക്കിയപ്പോ ഇങ്ങനെയുള്ളത് ഒരു ഡ്രീം ആയിട്ടുള്ള സാധനല്ലേ. സത്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് മറ്റേ എന്താ പറയാ എയറിൽ ആ ഒരു മാൻ ഇങ്ങനെ ഭയങ്കര മാജിക്കൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട്. സത്യം അഞ്ച് ഭയങ്കര വിഷമത്തിലാണ് ഗൈസ്, അതുകൊണ്ട് ഒന്നും മിണ്ടാത്തത്. ഈ റൗണ്ട് എനിക്ക് ക്ഷമിക്ക് ഭയങ്കര ലോട്ടറിയാണ് ഗൈസ്, എനിക്ക് മാത്രം പാളിപ്പോയി. മൊത്തം കയ്യിൽ പോയി. എനിക്ക് ഇഷ്ടമായില്ല. വിഷമിക്കണ്ട, അടുത്ത റൗണ്ടിൽ നല്ല എനിക്കിതാ അല്ല അത് അതൊന്നും പറ്റൂല. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. തുറന്നു. എനിക്കിത് മതി. അത് കിട്ടിക്കോട്ടെ. ഇത് പ്ലഗ് കുത്തി കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന സാധനം. ഗൈസ് ക്രിസ്മസ് അപ്പൂപ്പൻ ഗൈസ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. എനിക്ക് ഇതുവരെ ക്രിസ്മസ് ട്രീ കിട്ടിയില്ല. ഇതൊന്നും കിട്ടിയാൽ എനിക്ക് അത് കുറെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. മിനി പക്ഷെ സ്ത്രീക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ്. ശ്രീക്ക് കിട്ടിയ നോക്ക്. അല്ല ഇത് കിട്ടിയിട്ടില്ല. അല്ല ഇത് കിട്ടിയിട്ടില്ല, പക്ഷെ ഇങ്ങനെ കിട്ടിയ നോക്ക്. നല്ല 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 സാധനങ്ങളാ. ആ സത്യം, ഇത് നല്ല രസമുണ്ട്. കൂട്ടത്തിൽ ഇത് കൂടെ കിട്ടിയ ഞാൻ സന്തുഷ്ടയായി. അതെ, ശ്രീക്കാണ് പ്രാവശ്യം നല്ല ലക്കി തോന്നുന്നു. ഇതുവരെ കിട്ടിയ സാധനങ്ങളൊക്കെ നല്ല അടിപൊളി സാധനം. ഈ റൗണ്ടിലെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷെ അഞ്ചിക്ക് കിട്ടിക്കോട്ടെ, ഇത് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നത്. നേരത്തെ നല്ലത് കിട്ടിയതുകൊണ്ട് അവിടെ ഐസ് ഇടട്ടെ. ഞാനാണ് ഐസ് ഇടാൻ പോകുന്നത്. എന്തൊക്കെ കിട്ടും അറിയില്ല, നോക്കാം. അഞ്ചിന്റെ ലീവ്. ഇന്റെ നേരത്തെ അവസ്ഥ മനസ്സിലായോ ഉനക്ക്? മനസ്സിലായി. എനിക്ക് ലീവാണ് കിട്ടിയത്. ഈ ക്രിസ്മസ് അപ്പൂപ്പനെ ഞാൻ ലീവ് ചെയ്യണം. നല്ല രസമുള്ള അപ്പൂപ്പനല്ലേ? നല്ല അടിപൊളി നല്ല മകളപ്പോ. നല്ല ക്രിസ്മസ് എന്ന് പറയുമ്പോ ഇങ്ങനത്തെ അപ്പൂപ്പനെ തന്നെ ഓർമ്മ വരിക. അത് പോയി വളരെ സങ്കടത്തോടു കൂടി ഞാൻ കൊടുക്കാണ്. നീ അത് സല്ലുവിന്റെ റൂമിൽ ചുമരിൽ ഇങ്ങനെ തൂങ്ങും. അടുത്ത ഇല്ല, ഇനിയിപ്പോ സ്വാപ്പ് ചാവിട്ട് എനിക്ക് തരാൻ ഒന്നുമില്ലല്ലോ. ഇതുണ്ട്, പക്ഷെ അങ്ങോട്ട് തരാന്നില്ല, തിരിച്ചു കൊടുക്കണ്ടോ? എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഇരിക്കില്ല. രക്ഷപ്പെട്ടെ. അതൊക്കെ പെട്ടെന്നായിരുന്നു, അത് നല്ല രസമുണ്ട്. ഇപ്പൊ സങ്കടം മാറി കിട്ടിയില്ല. ഇതൊക്കെ പക്ഷെ ഇതിന്റെ മുളക് വെച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സല്ലു ഇതൊന്ന് കണക്ട് ചെയ്ത് തരോ? ഇത് കണ്ടോ ഗൈസ്, നല്ല രസമുള്ള ഒരു അടിപൊളി സ്റ്റാർ എനിക്ക് കിട്ടിയത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് ഇതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു കൊടുക്കോ ഗൈസ്. ഇത് കണ്ടോ, ഇത് ഇതിന്റെ മിന്നി മിന്നി കത്തുന്ന ഒരു ടൈപ്പ് മോഡാണ്. ഇത് വെടിച്ചില് പോലെ മിന്നുന്ന മോഡാണ്. അടുത്തത് ഇപ്പൊ മെല്ലെ അത് ഡിമ്മാവും. അത് സ്റ്റേബിൾ ആയി നിൽക്കുന്ന മോഡാന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമായി. ഇത് മിന്നി മിന്നാല് കുഞ്ഞു കുഞ്ഞായിട്ട് മിന്നുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ട് ഗൈസ് ഈ ലൈറ്റ്. നല്ലൊരു ലൈറ്റ് അതല്ലേ അണക്കും ഒന്ന് കയ്യിന്ന് പോയി, എനിക്കൊന്ന് കയ്യിന്ന് പോയി അല്ലേ? എനിക്കൊന്നും കയ്യിന്ന് പോയി. നന്നായി, സങ്കടായി പോയേനെ. ഈ ഓരോ മോഡും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ആ മിന്നാമിന്നി പോലത്തെ മോഡാ ഇഷ്ടമായത്. ഇത് നല്ല രസമുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടമായത്. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഗൈസ് എല്ലാ റൗണ്ടും കഴിയുമ്പോ ഒരുപാട് ഗിഫ്റ്റുകളായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പോവാൻ പോകുന്നത്. കാര്യം ക്രിസ്മസിന്റെ തീമിനനുസരിച്ചുള്ള കുറെ ഗിഫ്റ്റ് കിട്ടുമ്പോ തന്നെ നല്ല രസമാണ്. ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ. പിന്നെ ഇതും ഗൈസ്, രണ്ടും നല്ല രസം. എനിക്ക് മൂന്നും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ഒന്നിന്റെ പോയി ക്രിസ്മസ് എനിക്കൊന്നും പോയിട്ടില്ല. അതിനോട് തന്നെ 4 റൗണ്ടിലെ 4 ഗിഫ്റ്റുകളും എന്റെ മുന്നിലുണ്ട്. ഒന്നത് ഈ കുഞ്ഞു ട്രീ ഉണ്ട്. ഈ കപ്പിന്റെ ഫേവറേറ്റ്, ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ കപ്പാണ്. പിന്നെ ഈ സോക്സ്, പിന്നെ ഈ ഗ്രീറ്റിംഗ് കാർഡും 4 എണ്ണം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെടുത്ത് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്രിസ്മസിന് കൈ നിറയെ ഗിഫ്റ്റുകളായിട്ട് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞ ഗൈസ്. അതെ,